കാരണം നമ്മുടെ മുൻഗാമികളെല്ലാവരും മഹാഭൂരിപക്ഷവും അവർ മലയാളത്തിലാണ് ഖുതുബ നടത്തിയിരുന്നത്. മാത്രമല്ല അക്കാലഘട്ടത്തിൽ നടത്തപ്പെട്ട മലയാളത്തിലുള്ള ഖുതുബ, ആ ഖുതുബ സഹിഹായിരുന്നോ എന്ന് പൊന്മളയോട് ചോദിച്ചാൽ അദ്ദേഹം നൽകുന്ന മറുപടി, നമസ്കാരത്തെക്കാൾ ദീർഘമായൊരു ഖുതുബയല്ലെങ്കിൽ അത് സ്വീകരിക്കുമെന്നാണ്. അവ പൊന്മളക്ക് പോലും തർക്കമില്ലാത്ത ആ വിഷയത്തിൽ നമ്മൾ എന്തിനാ വെറുതെ ചർച്ച നടത്തുന്നത്? മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ ഹമദാനി തങ്ങളുടെ നാടായ വടുതലയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കേവി മുസ്ലിയാരുണ്ട്. അദ്ദേഹത്തിന്റെ സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും മുജാഹിദുകാരനല്ല, നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെതെന്ന് സാധാരണ പറയപ്പെടുന്ന ആധികാരിക സ്ഥാപനങ്ങൾ നടത്തുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ആ വലിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആ മനുഷ്യൻ ഈ ഖുത്ബയുടെ പരിഭാഷ, അതിനെ സംബന്ധിച്ച് ഷാഫി മദ്ഹബിലുള്ള വിശദീകരണം എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വളരെ സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് അത് നിലനിൽക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾ തന്നെ, നമ്മളെക്കാൾ അറിവുള്ളവർ തന്നെ അത് സ്വീകരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അതിൽ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വിഷയം മാറ്റി. രണ്ടാമതായി അദ്ദേഹം എടുത്തു പറഞ്ഞ വിഷയമാണ് സ്ത്രീ ജുമാ ജമാഅത്ത്. സത്യത്തിൽ പഴയ കാലഘട്ടത്തിൽ ഓതിപ്പടിക്കുമ്പോൾ പലപ്പോഴും മുജാഹിദുകളുടെ വായിൽ നിന്ന് കേട്ടിട്ടുള്ള ലാത്തം നൗഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്ന ഹദീസ് അല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന കാലഘട്ടമാണ്. ആ മുസ്ലിയാർ ഇങ്ങോട്ട് ചോദിച്ചു, അല്ല സ്ത്രീകൾ ഖുത്ബയുടെ കാര്യം അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട, പിന്നെയോ സ്ത്രീ പള്ളിപ്രവേശനത്തിന്റെ വിഷയം, ആ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, അതിലെന്താ തർക്കം? സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്നുള്ളത് അള്ളാഹ് അനുവദിച്ചതാണല്ലോ. വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ മറിയം തന്നെ പള്ളിയിലാണല്ലോ. ആ പള്ളിയിൽ നമസ്കരിക്കണം, പള്ളിയിൽ നമസ്കരിക്കുന്ന പുരുഷന്മാരോടൊപ്പം മറിയമേ നമസ്കരിക്കൂ എന്ന് അള്ളാഹു മറിയമിനോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് പുരുഷന്മാരോട് കൂടെ നമസ്കരിക്കൂ എന്ന് തന്നെയാണ് അള്ളാഹ് കൽപ്പിച്ചത് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്നതാണല്ലോ. പിന്നെ എന്താ ആ സന്ദർഭത്തിലെ മനുഷ്യൻ പറഞ്ഞത്? അതുകൊള്ളാം. തെളിവ് ചോദിച്ചപ്പോ മറിയം ബി പള്ളിയിൽ പോയതാ തെളിവ് കിട്ടിയത്. അത് വല്ല ക്രിസ്ത്യാനിക്കും പള്ളിയിൽ പോകാൻ തെളിവ് പറഞ്ഞാൽ മതിയതാ. കാരണം വെച്ചാൽ മറിയം ബി പള്ളിയിൽ പോയത് നമുക്കുള്ള തെളിവല്ല, വല്ല ക്രിസ്ത്യാനിക്കും പള്ളിയിൽ പോകാനുള്ള തെളിവാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹരീമിലെ അവസാനത്തെ ആയത്തുകൾ ഞാൻ ഓതി. ഫിർഔനിന്റെ ഭാര്യയെ അല്ലാഹു വിശ്വാസികൾക്കുള്ള ഉദാഹരണമാക്കി, ഉപമയാക്കി. അതോടൊപ്പം തന്നെ ചാരിത്രം കാത്തു സൂക്ഷിച്ച ഇമ്രാന്റെ പുത്രിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വിശ്വാസികൾക്കുള്ള മാതൃകയാക്കി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ മറിയം വിശ്വാസികൾക്കുള്ള മാതൃകയാണ്. അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഹദീസായി. അതല്ല, പിന്നെയോ ഹദീസിലേക്ക് പോകണം. അങ്ങനെ ചർച്ച 3 ദിവസത്തെ ചർച്ച. സംഗതി എന്താണ് ആ 3 ദിവസത്തെ ചർച്ചയിലൂടെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ആ സ്ത്രീ ജുമാ ജമാഅത്ത് എന്ന വിഷയം എന്താണ് എന്ന് ഞാൻ പഠിച്ചു. മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്താണ് സ്ത്രീ ജുമാ ജമാഅത്തിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട്, വിശദീകരണം എന്താണ് എന്ന് ഞാൻ പഠിച്ചു. 3 ദിവസം നീണ്ടു നിന്ന ചർച്ച ഒറ്റ വിഷയത്തിലാണ്. സംഗതി ആ 3 ദിവസത്തെ ചർച്ച കഴിഞ്ഞു. അങ്ങനെ ചർച്ച കേൾക്കാൻ വന്ന ആൾക്കാരും മുസ്ലിയാൻ തമ്മിൽ എന്തോ കശവിശയായി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുസ്ലിയാൻ പള്ളി വിട്ടു പോയി എന്നാണ് നമുക്ക് പിന്നെ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിനുശേഷം എറണാകുളം ജില്ലയിലെ നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചില നിഷ്പക്ഷമതികളായ യുവാക്കൾ, അങ്ങനെയാണല്ലോ SSFന്റെയും SYSന്റെയൊക്കെ ചെറുപ്പക്കാരാണ്. പക്ഷെ നമ്മളെ മുന്നിലെത്തുമ്പോൾ ഇതിലേക്ക് നിഷ്പക്ഷമതികളായി ഞങ്ങൾ ഒന്നിലുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സത്യമറിയണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറുപ്പക്കാര് സംഘടിച്ചു വന്നു. അങ്ങനെ എറണാകുളം ജില്ലയിലെ നെട്ടൂരുള്ള അവിടുത്തെ ശാഖ, നെട്ടൂരിലെ ശാഖ, KLMന്റെ ശാഖാ സെക്രട്ടറിയെ കണ്ടു. അങ്ങനെ ആ മനുഷ്യനുമായി സംസാരിച്ചു. അപ്പൊ ആരുണ്ട് ഈ സമസ്തക്കാരുമായിട്ടൊരു സംവാദത്തിന്. അങ്ങനെ പലരെയും അന്വേഷിച്ചു. അപ്പോൾ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, അദ്ദേഹം ഇങ്ങനെ സംവാദത്തിന്, ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയുള്ള സംവാദത്തിനാണെങ്കിൽ തയ്യാറാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ സമ്മതിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെന്നു. മുസ്ലിയാക്കന്മാരുമായിട്ട് കരാർ എഴുതി. ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശവും അതോടൊപ്പം തന്നെ മുജാഹിദ് പ്രസ്ഥാനം വെക്കുന്ന ആദർശവും അതിനോട് സമസ്തക്കാർക്കുള്ള വിയോജിപ്പും 14 വിഷയങ്ങളിൽ കരാർ എഴുതി. 14 വിഷയങ്ങൾ, ഓരോ വിഷയങ്ങൾ ഓരോ ദിവസമായി ചർച്ച ചെയ്യാം എന്ന് കരാർ എഴുതിക്കൊണ്ട് ഞങ്ങൾ സംവാദം തുടർന്നു. ആ കരാറിന്റെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചത്, ഇത് തീർച്ചയായും
രഹസ്യ സ്വഭാവമുള്ള ഒരു സംവാദമായിരിക്കും. രഹസ്യ സ്വഭാവമുള്ള സംവാദം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാത്ത സംവാദമെന്നല്ല. നേരെ മറിച്ച് ഈ നിഷ്പക്ഷമതികൾ എന്ന് പറഞ്ഞു വന്ന 10-14 ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരും 3 ആളുകൾ സുന്നി വിഭാഗത്തിൽ നിന്നും 3 ആളുകൾ മുജാഹിദ് വിഭാഗത്തിൽ നിന്നും. മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് 2 പേരും പിന്നെ മുജാഹിദ് അല്ലാത്ത ഞാനും. അങ്ങനെ നമുക്ക് 3 പേർക്ക് വീതം സംവാദിച്ചിരിക്കണമെന്ന ആ ഒരു രീതി നിശ്ചയിച്ചുകൊണ്ട് സംവാദം ആരംഭിച്ചു. ആദ്യത്തെ ദിവസം ഇസ്തിഹാസ ചർച്ച ചെയ്തു. 2ാമത്തെ ദിവസം തവസ്സുൽ ചർച്ച ചെയ്തു. ആദ്യത്തെ ദിവസത്തെ ഇസ്തിഹാസ ചർച്ച ചെയ്യുമ്പോൾ നിയമമൊക്കെ അപ്പാടെ പാലിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. 3 പേര് സുന്നി വിഭാഗത്തിൽ നിന്ന്, 2 പേര് അവര് പിന്നെ മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന്, പിന്നെ മുജാഹിദ് അല്ലാത്ത ഞാനും. അങ്ങനെ സംവാദമൊക്കെ ക്ലിയറായി നടന്നു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴോ, പിറ്റേ ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ അന്ന് സക്കരിയ സലാഹിയുടെ ഒരു പ്രസംഗം ആ പള്ളിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അന്നത്തെ സംവാദം ഒരൽപ്പം താമസിപ്പിച്ചതിന് ശേഷം 10 മണിക്ക് ശേഷമാണ് സംവാദം ആരംഭിക്കുന്നത് രാത്രിയിൽ. ഞാനിങ്ങനെ ചെല്ലുമ്പോൾ 2 പെട്ടിയിൽ, അതും പ്രൈസ് ബോർഡ് കാർഡ്ബോർഡിന്റെ പെട്ടിയിൽ കുറച്ച് കിതാബൊക്കെ ആയിട്ട് ഞാൻ ചെല്ലുള്ളത്. ആ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു 10-25 മുസ്ലിയാക്കന്മാരുണ്ട്, 100-150 ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ 4 ടൺ കിതാബുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ റെഡിയായിട്ടിരിക്കാണ്. ഞാൻ ചോദിച്ചു, എന്താ ഈച്ചയെ കൊല്ല ഇരുമ്പുലക്കയോ? ഈ സാധുവായ എന്നെ കൊല്ലാനാണ് 25 മുസ്ലിയാക്കന്മാർ, ഈ 150 ആൾക്കാർ. അപ്പൊ മുസ്ലിയാർ പറഞ്ഞു, വിളച്ചിലെടുക്കണ്ട. ഞാൻ പറഞ്ഞു, വിളച്ചിലെടുത്തത് ഞാനല്ല, ഇന്നലെ വന്ന മുസ്ലിയാർ വന്നിട്ടില്ല, ഇന്ന് പകരം വന്നിരിക്കുന്ന വലിയ മുദരിസുമാരാ. നമ്മുടെ കരാറ് പ്രകാരം സംവാദം മുന്നോട്ട് കൊണ്ടുപോകണം. അവര് പറഞ്ഞു, വിളച്ചിലെടുക്കണ്ട, നിന്റെ നമ്പർ നടക്കൂല, ഇരിക്കണ സംവാദത്തിന് എന്ന് പറഞ്ഞു. അപ്പോ അത്ര വാശിയാണ് നമുക്ക് സംവാദം നടത്തിക്കളയാന്ന് പറഞ്ഞു. അങ്ങനെ സംവാദം തുടങ്ങി. 2:30 മണി വരെ സംവാദമായി. സംവാദം കഴിഞ്ഞപ്പോൾ ഞാൻ ഏതാണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉറച്ചു. കാര്യം വെച്ചാൽ ഈ നുണ പറയുന്ന ആൾക്കാർ, അവര് മുസ്ലിയാക്കന്മാരെക്കാളും വലിയ ആളുകൾ പിന്നെ നുണ പറയാനില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു സംവാദമായിരുന്നു അത്. അടുത്ത സംവാദം പിറ്റേ ദിവസം അടുത്ത വിഷയത്തിലാണ് സംവാദം നടക്കേണ്ടത്. പക്ഷെ അടുത്ത വിഷയത്തിലെ സംവാദം നടക്കുന്നതിന് മുമ്പ് ഞാൻ സംവാദത്തിന് തയ്യാറായി വരുമ്പോൾ തന്നെ മുസ്ലിയാർ മൈക്കേട്ട് ഇങ്ങനെ പ്രസംഗം തുടങ്ങി. ഇന്നലെ ഒരു മൗലവി ഇവിടെ വന്നിട്ട് ഒളിച്ചോടി പോയിരിക്കുകയാണ്. ഞാൻ അടുത്ത സംവാദത്തിന് തയ്യാറായിട്ട് വരിക. അപ്പൊ മുസ്ലിയാർ പ്രസംഗം നടത്തുന്നത് ഒളിച്ചോടി പോയിരിക്കുകയാണ്. അടുത്ത സംവാദം നടക്കരുത് എന്നാണ് മുസ്ലിയാരുടെ ആഗ്രഹം. അങ്ങനെ ഒളിച്ചോടിപ്പോയ നാട്ടിൽ ഞാൻ ചാർജ് എടുത്തു, ജോലിക്ക് കയറി. അങ്ങനെയാണ് ഇസ്ലാഹി പ്രബോധനത്തിലേക്ക്, ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് പരിപൂർണമായി കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തനതായ ആദർശം എന്താണ് എന്ന്, ഇസ്ലാഹി പ്രസ്ഥാനം ഈ കൊച്ചു കേരളത്തിലെ ജനതയോട് പ്രഖ്യാപിച്ച സന്ദേശം എന്താണ് എന്ന്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് എന്റെ സുഹൃത്തുക്കളായ സുന്നി സഹോദരന്മാരും സുന്നി പണ്ഡിതന്മാരും ആയിരുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. അവരാണ് ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം പഠിപ്പിച്ചത്, മനസ്സിലാക്കി തന്നത്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ സന്ദേശം നേർക്കുനേരെയുള്ള സന്ദേശമായതുകൊണ്ട് ഇതിൽ കപടതകൾ കാണാൻ കഴിയില്ല, ജാടകൾ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നേർക്കുനേരെ ഈ പ്രസ്ഥാനവുമായി സമീപിക്കുന്ന ആളുകൾക്ക് നേർക്കുനേരെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടു പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കളും സഹോദരങ്ങളും അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അറിയുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം. അറിയുന്നവർ അതിന്റെ ആദർശത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും, അറിയാത്തവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണ് എന്ന് അടുത്തറിഞ്ഞുകൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ശേഷം ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് അവർക്ക് വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി സംസാരിക്കുന്നത് കരുവാരക്കുണ്ട് ദാറുന്നജാത്തിൽ പഠിക്കുകയും ശേഷം സുന്നി പള്ളിയിൽ ജോലി ചെയ്യുകയും ഇസ്ലാഹി പണ്ഡിതനായ അബ്ദുറഹ്മാൻ സലഫിയുടെയും മർഹൂം നാട്ടിക മുസ്ലിയാരുടെയും ഖണ്ഡന പ്രസംഗത്തിലൂടെ സത്യം മനസ്സിലാക്കി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന സബാഹ് മുസ്ലിയാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
اللهم صل وسلم وبارك